പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സിനിമാ ഷൂട്ടിങ്ങിനിടെ സ്ക്രിപ്റ്റിലില്ലാത്ത പലതും സംഭവിക്കുകയും അത് കട്ട് ചെയ്യാതെ പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്ത ചില രംഗങ്ങളെക്കുറിച്ചും സിനിമയിലെ ചില അബദ്ധങ്ങളെക്കുറിച്ചുമാണ് നാം ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത്. ഈ സീരീസിലെ മുമ്പത്തെ 5 എപ്പിസോഡുകൾ ചേർത്തുകൊണ്ടുള്ള സിംഗിൾ വാച്ച് എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. പോർക്കാലം എന്ന തമിഴ് സിനിമയെ അടിസ്ഥാനമാക്കി 2003 വിനയൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ചിത്രമാണ് മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും. സിനിമയിൽ മുത്തു വില്ലന്റെ 2 കൈകളും വെട്ടിക്കളയുന്ന രംഗമുണ്ട്. 2 കൈകളും നഷ്ടപ്പെട്ട വില്ലൻ വീണ്ടും പ്രതികാരത്തിനായി വരുന്നുണ്ട്. അപ്പോഴുള്ള ഒരു ഫൈറ്റ് രംഗമാണിത്. എല്ലാ രംഗത്തിലും വില്ലന്റെ 2 കൈകളും വസ്ത്രത്തിന് പിന്നിലായി വ്യക്തമായി കാണാവുന്നതാണ്. അല്ലെങ്കിൽ കൈകൾ വെട്ടിയ ശേഷം വില്ലിന്റെ പുറത്ത് കൂൻ വന്നതായിട്ടായിരിക്കും ഉദ്ദേശിച്ചു കാണുക. എന്തായാലും പുറത്തുള്ള മുഴ വ്യക്തമായി കാണാവുന്നതാണ്. യഥാർത്ഥത്തിൽ കൈകൾ വെട്ടി അഭിനയിപ്പിക്കണമെന്നൊന്നുമല്ല പറയുന്നത്. VFX ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള ഒരു കാലഘട്ടവുമായിരുന്നില്ല അത്. പിന്നിൽ കെട്ടിവെച്ച കൈകൾ വ്യക്തമായി പ്രേക്ഷകന് കാണാൻ പാടില്ലായിരുന്നു. 2023 മർഫി ദേവസി സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ ചിത്രമാണ് നല്ല നിലാവുള്ള രാത്രി. സിനിമയിൽ ഒരു പറ്റം സുഹൃത്തുക്കൾ വിജനമായ ഒരു ബംഗ്ലാവിനകത്ത് ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അക്രമികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ചെമ്പൻ വിനോദിന്റെയും ബാബുരാജിന്റെയും കഥാപാത്രങ്ങൾ വിജനമായ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നുണ്ട്. ആരുമില്ലാത്ത വിജനമായ ആ സ്ഥലത്ത് ഒരാൾ നിൽക്കുന്നത് വ്യക്തമായി കാണാവുന്നതാണ്. ക്രൂ മെമ്പേഴ്സിൽപ്പെട്ടയാളെ ഷോട്ടിൽ പെട്ടുപോയതായിരിക്കാം. സുരാജ് വർമ്മ സംവിധാനം ചെയ്ത് രജിഷ വിജയൻ, പ്രിയ വാര്യർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ഹീസ് ചിത്രമാണ് കൊള്ള. സിനിമയിൽ മോഷണത്തിന് ശേഷം ഒളിപ്പിച്ചു വെച്ച സ്വർണ്ണമെടുക്കാൻ ഒരു സെമിത്തേരിയിലേക്ക് രജിഷ വിജയന്റെ കഥാപാത്രം പോകുന്നുണ്ട്. രാത്രിയിലെത്തി ഒറ്റക്കാണ് ആ ദൗത്യം ചെയ്യുന്നതും. ബാഗ് ഉയർത്താൻ വേണ്ടി കല്ലറയിൽ കിടക്കുന്ന ഏതോ ഒരു ശവത്തിന്റെ ഒരു കൈസഹായം നമുക്കിവിടെ കാണാവുന്നതാണ്. 2022 KR കൃഷ്ണകുമാർ എഴുതി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആസിഫ് അലി ചിത്രമാണ് കൂമൻ. സിനിമയിൽ പോലീസ് ഒരു ശവശരീരം താഴെ ഇറക്കുന്ന ഒരു സീനുണ്ട്. നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. മരിച്ചു കിടക്കുന്ന ആൾ ശ്വാസം വിടുന്നതും കണ്ണനക്കുന്നതും നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ്. 2005 TA റസാഖ് എഴുതി കമൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, ശാരദ, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ ചിത്രമാണ് രാപ്പകൽ. സിനിമയിൽ തറവാട്ടിലെ ആനയെ വിൽക്കുന്ന രംഗവും അതിനെ തുടർന്നുള്ള സെലിം കുമാറിന്റെ ഇമോഷൻസും കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരു അനുസരണ കേടില്ലാത്തവനെ കുട്ടിച്ചങ്കരൻ അഥവാ ഉണ്ടെങ്കിൽ എന്നോടുള്ളൂ. അതിനുശേഷമാണ് മമ്മൂട്ടിയും ബാബുരാജും തമ്മിലുള്ള ഈ ഒരു ഫൈറ്റ് രംഗം. മനസ്സിലായില്ല. അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. സുരേഷ് തിരിഞ്ഞു നോക്കി, അതാ മുറ്റത്തൊരു മൈന. വിറ്റ ആന വീണ്ടും ആ തറവാടിന്റെ മുറ്റത്ത് നിൽക്കുന്നതായി കാണാം. ഫൈറ്റ് രംഗം കളറാക്കാൻ ആനയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയപ്പോൾ ആനയെ വിൽക്കുന്ന രംഗം മറന്നുപോയതായിരിക്കാം. തറവാടിനോടുള്ള അഗാധമായ സ്നേഹത്തിൽ ആന തിരിച്ചു വന്നതായിരിക്കാം എന്നും പറയാം. 1996 മോഹൻലാൽ, പ്രിയദർശൻ, T ദാമോദരൻ കൂട്ടുകെട്ടിൽ പിറന്ന ചിത്രമാണ് കാലാപാനി. ആ സിനിമയിലെ ഫാക്ച്വൽ എറേഴ്സിനെ കുറിച്ച് നാം ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. സിനിമയിൽ പറയുന്ന ചില യഥാർത്ഥ സംഭവങ്ങൾ സംഭവിച്ച വർഷങ്ങളുടെ വ്യത്യാസവും അവ നടന്ന സ്ഥലങ്ങളുടെ വ്യത്യാസവും ചില സംഭവങ്ങൾ കാണിച്ചിരിക്കുന്ന രീതിയിലെ വ്യത്യാസവുമെല്ലാം നാം ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. ആ സിനിമയിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ചാണ് നാം ഇപ്പോൾ സംസാരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ അതിക്രൂരമായ ഒരു ശിക്ഷാരീതി സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്ത് മോഹൻലാലിന്റെ പുറത്ത് യാതൊന്നും തന്നെ കാണാനില്ല. 1999 കാർഗിൽ കോൺഫ്ലിക്റ്റിനെ അടിസ്ഥാനമാക്കി 2008 മേജർ രവി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് കുരുക്ഷേത്ര. സിനിമയിൽ യുദ്ധം കാണിക്കാൻ വേണ്ടി ഹോളിവുഡ് സിനിമയിലെ രംഗം അങ്ങനെ തന്നെ എടുത്തു ഉപയോഗിച്ചതിനെ കുറിച്ച് നാം ഒരു വീഡിയോയിൽ സംസാരിച്ചിരുന്നു. 1 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ രംഗങ്ങളെല്ലാം തന്നെ 2001 റിലീസ് ചെയ്ത അമേരിക്കൻ വാർ ഫിലിമായ ബിഹൈൻഡ് എനിമി ലൈൻ എന്ന സിനിമയിലെ രംഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്.
ആ ഹോളിവുഡ് സിനിമയിൽ ഒരു മിസൈൽ ആക്രമണത്തിൽ യുദ്ധവിമാനം തകരുന്ന രംഗങ്ങളാണ് പിന്നീട് കുരുക്ഷേത്രയിൽ അതുപോലെ തന്നെ ഉപയോഗിച്ചത്. സിനിമയിൽ യുദ്ധം നടക്കുന്ന ഒരു രംഗമുണ്ട്. വാർഫീൽഡ് കാണിക്കുന്നത് ഇങ്ങനെയാണ്. എന്ത് സൈലന്റ് ആയിട്ടാ പിള്ളേര് പോണേ. ചാരായ നിരോധനം ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ലേ ഉള്ളല്ലേ. വാർഫീൽഡിൽ വെറുതെ ഇരുന്ന് കഥ പറയുന്ന 2 പേരെ നമുക്കവിടെ കാണാം. ക്രൂ മെമ്പേഴ്സിനെ പെട്ടുപോയതായിരിക്കാം ക്യാമറയിൽ. 2001 വിജി തമ്പി സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് നാറാണത്തു തമ്പുരാൻ. സിനിമയിൽ നന്ദിനിയുടെ കഥാപാത്രത്തിന്റെ ബാഗ് തട്ടിയെടുക്കുന്ന ഒരു രംഗമുണ്ട്. ഒന്ന് പുഞ്ചിരിക്കൂ. സ്മൈൽ സ്മൈൽ. എന്നെ നോക്കൂ. എന്ത് പ്രശ്നങ്ങളെയും പുഞ്ചിരിയോടെ നേരിടുന്ന നന്ദിനിയുടെ കഥാപാത്രത്തെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. ഷോട്ടിനിടെ ചിരിച്ചു പോയത് കട്ട് ചെയ്യാതെ കാണിച്ചിരിക്കുകയാണ്. 2005 റിലീസ് ചെയ്ത ഒരു പ്രമോദ് പാപ്പനിക് അപ്രോച്ച് ആയിരുന്നു മമ്മൂട്ടി ചിത്രമായ തസ്കര വീരൻ. സിനിമയിലെ ഒരു ഫൈറ്റ് രംഗമായിരുന്നു ഇത്. അനാവശ്യമായിട്ട് സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. ഞാൻ ചവിട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ആ വാഹനം കുഴിയിൽ വീണ് മറിയാൻ പോകുന്നത് വ്യക്തമായി കാണാം. പിന്നീട് മറ്റൊരു ടേക്കിൽ ശരിയായി എടുത്തതും കാണാം. നരസിംഹം സിനിമയിൽ മമ്മൂട്ടിയുടെ പ്രസിദ്ധമായൊരു കോട്ട് സീനായിരുന്നു ഇത്. മാറഞ്ചേരി എന്ന വീട്ടിലേക്ക് കയറി ചെന്ന പോലീസ് സ്നിഫർ ഡോഗ് റോസി ആദ്യം കയറി ചെന്നത് ആ വീട്ടിന്റെ ഔട്ട് ഹൗസിലേക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. ഡോഗിന്റെ നെയിം ഒന്നുകൂടി കേട്ടു നോക്കൂ. സ്നിഫർ ഡോഗ് റോസി. ആ പറയുന്ന സംഭവം കാണിക്കുന്നത് ഇങ്ങനെയാണ്. റോസി എന്ന പേരിൽ കാണിച്ചിരിക്കുന്നത് ഒരു മെയിൽ ഡോഗിനെയാണ്. വാത്സല്യം സിനിമയിൽ തുടർച്ചയായ രംഗങ്ങളിൽ ബിന്ദു പണിക്കരുടെ സാരിയുടെ നിറം മാറുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളി നക്ഷത്രം എന്ന സിനിമയിലും ബിന്ദു പണിക്കരുടെ സാരിയുടെ നിറം തുടർച്ചയായ രംഗങ്ങളിൽ മാറുന്നുണ്ട്. മറ്റൊന്നായിരുന്നു കല്യാണരാമൻ സിനിമയുടെ ക്ലൈമാക്സിൽ നവ്യ നായരുടെ സാരിയുടെ നിറം മാറുന്നത്. 1995 വിക്രം, ബാബു ആന്റണി, ഗീത എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സ്ട്രീറ്റ് എന്ന സിനിമയിലും അതുപോലെ സാരിയുടെ നിറം മാറുന്ന ഒരു രംഗമുണ്ട്. നീല നിറത്തിലുള്ള സാരി ഒരു രംഗത്തിൽ മാത്രം പച്ച നിറത്തിൽ കാണാവുന്നതാണ്. ആ ഒരു സംഭവത്തിന് മുമ്പും ശേഷവും സാരിയുടെ നിറം നീല നിറത്തിലാണ് കാണിക്കുന്നത്. എന്നാൽ അതിനിടയിലുള്ള ഒരു സീനിൽ മാത്രം പച്ച നിറത്തിൽ സാരി കാണാം. യഥാർത്ഥത്തിൽ ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ആണോ? അല്ല, അതിനൊരു കാരണമുണ്ട്. മുംബൈ പോലീസ് സിനിമയിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച ആന്റണി മോസസ് അതിനുള്ള കാരണം പറയുന്നുണ്ട്. കളർ തന്നെയായിരുന്നു. അതെ, ഗ്രീൻ. അതെ, നീല സാരി മഞ്ഞ വെളിച്ചത്തിൽ പച്ചയായി തോന്നുന്നത് മാത്രമാണ്. SSKK വടകര, ലിസ്റ്റഡ് എന്നിവർ നൽകിയ കമന്റുകളും ഈ വീഡിയോ ചെയ്യാൻ സഹായകരമായിട്ടുണ്ട്. ഇതുപോലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.